പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. കഥാന്റെ കൃപയാൽ നമുക്കൊരു നല്ല പുതുവർഷം ദൈവം ദാനമായി നൽകി. ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക. പുതുവർഷ ലേഖനം 5-ാം അധ്യായത്തിന് 7-ാം വാക്യം, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ഈ 26-ന്റെ ആരംഭ നിമിഷം ദൈവജനത്തെ നോക്കിക്കൊണ്ട് ആത്മാവ് പറയുകയാണ്, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടാൻ കരുതാൻ ദൈവം ശക്തനാണ്. അബ്രഹാം പറയും, മകനെ യാഗവർത്തിക്കാൻ ദൈവം പറഞ്ഞു അല്ലേ? മകനെ കൊണ്ട് യാഗവർത്തിക്കാൻ വേണ്ടി മലമുകളിൽ ചെന്നപ്പം 3 മാസം മുമ്പ്, ആമേൻ, 3 ദിവസം മുമ്പ് പറഞ്ഞ മകനെ യാഗവർത്തിക്കാൻ പറഞ്ഞവന് വേണ്ടിയിട്ട് കൊമ്പുള്ള ആട്ടുകൊറ്റനെ ദൈവം കരുതുക അല്ലേ പ്രിയപ്പെട്ടത്? നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി 1-ാം ദിവസം ഇടപെടുകയാണ്. നമ്മൾ മുന്നോട്ട് നടന്നോ? ദൈവം പറഞ്ഞ് ചെയ്യാൻ തയ്യാറായിട്ടോ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് അത് വെളിപ്പെടും. നമ്മുടെ യാത്രയിൽ ദൈവം ഒരുക്കും. നമുക്ക് വേണ്ടി അത് വെളിപ്പെടുത്തി ദൈവം വെച്ചിട്ടുണ്ട്. ആകയാൽ ധൈര്യപ്പെട്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദൈവപൂർവ്വം യാത്ര ചെയ്യാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കട്ടെ. നിശ്ചയമാണ് ആമെ ഒരുക്കിയിട്ടുണ്ട്. കരുതും ദൈവമാണ്, കരുതിയിട്ടുണ്ട്. കർത്താവ് കരുതിയത് അനുഗ്രഹമാണ്. പ്രവാചകൻ പറയുന്നു, കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, കുഴികളെ വെട്ടില്ല, അവൻ വെള്ളം കാണും ഇഷ്ടം പോലെ, സാധ്യതകളൊന്നും കാണത്തില്ല. പക്ഷേ 26-ന്റെ ആത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, കാറ്റും മഴയും കാണത്തില്ല, പക്ഷെ ഈ കുഴികളിൽ വെള്ളം നിറയ്ക്കാൻ നമുക്കുള്ളതിന് വേണ്ടി എല്ലാം കരുതാൻ ദൈവശക്തനായ ദൈവമാണ്. നീ ദൂത് പറഞ്ഞു, ശുശ്രൂഷകന്മാരോട് പറയട്ടെ, നീ ദൂത് പറഞ്ഞു, ധൈര്യത്തോടുകൂടെ ദൈവവചനം പറഞ്ഞു, ദൈവ ശബ്ദം പറഞ്ഞു. കരുതാൻ ദൈവം ചില കരുത്ത് ഒരുക്കിയിട്ടുണ്ട്, ചില സാരാർത്ഥ്യം ഒരുക്കിയിട്ടുണ്ട്. തീർന്നില്ല, ചൂരിച്ചയുടെ കീഴിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ടും കരുതാൻ ദൈവം ശക്തനാണ്. അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട് അമ്മ ചുറ്റ കീഴിൽ മരിച്ചാമെന്ന് ചിന്തിച്ച് കിടന്ന ഏലിയാവിന് വേണ്ടി ദൈവം ദൂതനെ വിട്ട് അമ്മ കല്ല് ചുറ്റടയും വെള്ളവും കൊടുത്ത് മാനിച്ചെങ്കിൽ നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്, കരുതുന്ന കർത്താവാണ്. വിശ്വസിക്കേ, ഇന്ന് ഈ വചനം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ 1-ാം ദിവസം 2026-ന്റെ 1-ാം ദിവസം പരിശുദ്ധാത്മാ പറയുന്നു, കരുതുന്നവൻ സ്വർഗമാണ്, സകല ചിന്ത ആകുലകളും വിട്ടുകളഞ്ഞിട്ട് കർത്താവിലേക്കൊന്ന് നോക്കി ഈ യാത്ര ചെയ്യാൻ തയ്യാറാകുക. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷം അനുഗ്രഹ വർഷമായി മാറട്ടെ. നമ്മുടെ ദൈവം സമൃദ്ധിയുടെ ദൈവം, സമൃദ്ധി പകരുന്ന ദൈവം, നമുക്ക് സമൃദ്ധി എന്ന ദൈവം മാനിക്കട്ടെ. ദൈവത്തിന് നാം മഹത്വം എടുക്കട്ടെ. വിശ്വസിച്ച് യാത്ര ചെയ്യാം. എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. ഈ പകൽക്കാലം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവ് അങ്ങ് കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. എല്ലാവർക്കും ദൈവം കരുതിയതിനാൽ സ്തോത്രം. ഈ പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് നാം മഹത്വം എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കും നിറഞ്ഞ ആമേൻ സമ്പൽ സമൃദ്ധിയുടെ, നന്മയുടെ, ആരോഗ്യത്തിന്റെ ആമേൻ എല്ലാം കൊണ്ടും നിറഞ്ഞ പുതുവർഷാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.